വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവം നൽകിയ ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 137 മുതൽ 139 വരെ. ഇന്നത്തെ കുറിവാക്യം 139 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിലെ അതിശ്രദ്ധേയവും മനോഹരവുമായ സങ്കീർത്തനങ്ങളിലൊന്നാണ് 139 സങ്കീർത്തനം. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും സർവവ്യാപനത്തെയും കുറിച്ച് മനോഹരമായി ഈ സങ്കീർത്തനത്തിൽ വർണ്ണിക്കുന്നു. ദാവീദാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ആബൻ എസ്ര എന്ന പണ്ഡിതൻ ഇപ്രകാരം പറയുന്നു: എല്ലാ സങ്കീർത്തനങ്ങളുടെയും കിരീടമാണ് ഈ സങ്കീർത്തനമെന്ന്. മാത്രമല്ല, തോമസ് എസ്കിൻ എന്ന നിയമജ്ഞൻ പറയുന്നത്, എൻ്റെ മരണക്കിടക്കയുടെ മുമ്പിൽ ഈ സങ്കീർത്തനം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്പർജൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: രാത്രിയെ പകലാക്കത്തക്കവണ്ണം ശോഭയുള്ള കല്ലുകളുടെ ഇടയിൽ ഇന്ദ്രനീല കല്ലുപോലെ ഈ സങ്കീർത്തനം പ്രശോഭിക്കുന്നു എന്ന്. നമുക്കും ഈ സങ്കീർത്തനത്തെ കുറിച്ച് അല്പമായി മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, സർവജ്ഞാനിയായ ദൈവം ദാവീദിനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായി അറിയുന്ന ദൈവത്തിലാണ് ഈ വാക്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ, നീ എന്ന വാക്കുകളിൽ നിന്ന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. നിരൂപണങ്ങളും വാക്കുകളുമെല്ലാം അവയുടെ ഉറവിടത്തിൽ തന്നെ ദൈവം അറിയുന്നു എന്നാണ് പറയുന്നത്. ഈ അറിവ് സങ്കീർത്തനക്കാരന് അത്ഭുതം ഉളവാക്കുന്നു. കാരണം ദൈവം മുമ്പാകെ അത് ഭയം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണെങ്കിലും അദ്ദേഹം അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പും പിൻപും അടച്ച് തൻ്റെ മേൽ ദൈവം കരം വെച്ച് സുരക്ഷിതത്വത്തോടെ തന്നെ നയിക്കുന്നു. അതിനാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവകേന്ദ്രീകൃതമായി ദൈവത്തിൽ തന്നെ പുലരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സുരക്ഷാ സങ്കേതങ്ങൾ വെറും മിഥ്യ മാത്രമായി പോകുമ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവർ കുലുങ്ങാതെ നിർഭയമായി വസിക്കും. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സർവവ്യാപിയായ ദൈവം. ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ആർക്കും സാധ്യമല്ല എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. സ്വർഗം, പാതാളം, സമുദ്രത്തിൻ്റെ അറ്റം, ഇരുട്ട്, രാത്രി എന്നിവിടങ്ങളിലെല്ലാം ദൈവം അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ ദൈവവിരോധികൾക്ക് ഈ സാന്നിധ്യം ഭയം നിറയ്ക്കുന്നതും എന്നാൽ ദൈവമക്കൾക്ക് അത്യധികം സന്തോഷം പകരുന്നതുമാണ്. ഈ ദൈവം നമ്മുടെ ഏകാന്തതയിലും രോഗക്കിടക്കയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പരിദേവനങ്ങളിലും ഒപ്പം നിൽക്കുന്നവനാണ്. ഇരുട്ട് മനുഷ്യനെ മറച്ചേക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കുക അസാധ്യമാണ്. ഈ ദൈവത്തിൻ്റെ മുമ്പാകെ സത്യസന്ധതയോടെയും വിശുദ്ധിയോടെയും നാം ജീവിക്കുക. ഇന്നത്തെ മനുഷ്യൻ സാങ്കേതിക വിദ്യയിലൂടെ എല്ലാം അറിയാം എന്ന് കരുതുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാം അറിയുന്നത് ദൈവമാണ്. ഇന്ന് മനുഷ്യൻ എവിടെയായിരുന്നും ഇൻ്റർനെറ്റിലൂടെ ബന്ധപ്പെടുന്നു, എന്നാൽ എല്ലായിടത്തും സന്നിഹിതനാകാൻ കഴിയുന്നത് ദൈവത്തിനാണ്. അതിനാൽ ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കാതെ അവൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധിയോടെയും ആത്മാർത്ഥതയോടെയും എന്നും നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയാത്ത വിധം അവിടുന്ന് സർവ്വവ്യാപിയുമാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മറന്നു പോകാതെ അവിടുത്തെ സാന്നിധ്യത്തിൽ വിശുദ്ധിയോടെയും ആത്മാർത്ഥതയോടെയും എന്നും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.